ഹായ് PSC വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ കണ്ടതുപോലെ തന്നെ LDC 2027 നമ്മൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങേണ്ട ആവശ്യമുണ്ടോ, അതിന് നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ട് പഠിച്ചാൽ മതിയോ എന്നുള്ളതാണ്. അതിന് എനിക്ക് പറയാനുള്ള ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങട്ടെ. ഈ ഒരു നിമിഷം തൊട്ട് നമ്മൾ LDC 2027 പഠിച്ചു തുടങ്ങണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിലബസിൽ ഒരുപാട് പഠിക്കാനുണ്ട് അല്ലേ. ഇപ്പോൾ SCRT എല്ലാം മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇനി നമ്മൾ അതും പഠിച്ചെടുക്കണം. പഴയ SCRTയോടൊപ്പം പുതിയ SCRT കൂടി നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഴയ SCRT പൂർണ്ണമായിട്ട് വിടാനും പറ്റില്ല, പുതിയ SCRT പഠിക്കാതിരിക്കാനും പറ്റില്ല. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോഴും പഴയ SCRT നിന്നാണ് കൂടുതൽ ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. നിങ്ങൾ എക്സാംസ് ഒക്കെ നടക്കുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ പഴയതിൽ നിന്ന് മാത്രമേ ചോദിക്കുള്ളൂ അങ്ങനെ പറയാനും പറ്റില്ല. ഇനി കൂടുതൽ പുതിയതിൽ നിന്നും വന്നേക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടും നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് അല്ലേ. നോക്കാം, പുതിയ SCRTയിലാവുമ്പോൾ എല്ലാം മാറിപ്പോൾ. അപ്പോൾ എല്ലാം നമ്മൾ SCRT ചാപ്റ്റേഴ്സ് മൊത്തത്തിൽ പഠിച്ചെടുക്കണം, നമ്മുടെ സിലബസിനെ അടിസ്ഥാനമാക്കിയിട്ട് കേട്ടോ. അല്ലാതെ സിലബസിൽ ഇല്ലാത്ത ഭാഗങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. സിലബസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എല്ലാം പഠിച്ചെടുക്കണം. വേൾഡ് ഹിസ്റ്ററി ഒക്കെ വരുന്ന ചാപ്റ്ററൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നന്നായിട്ട് തന്നെ പഠിച്ചെടുക്കണം. ഇപ്പോൾ പുതിയ SCRTയിലൊക്കെ ഫ്രഞ്ച് റെവല്യൂഷനൊക്കെ ഒരുപാടുണ്ട് അല്ലേ. ഒരുപാട് വേർഡ്സ് വരുന്നുണ്ട് അതിലൊക്കെ, പുതിയ പുതിയ വേർഡ്സുകൾ, അതൊക്കെ നമ്മൾ പഠിച്ചെടുക്കണം. അതേപോലെ തന്നെയാണ് കറണ്ട് അഫയേഴ്സും. കറണ്ട് അഫയേഴ്സ് കഴിഞ്ഞ എക്സാമിനൊക്കെ 2023 നൊബേൽ പ്രൈസൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയും 2024, 2025 എല്ലാം നൊബേൽ പ്രൈസ് നോക്കിയിരിക്കണം അല്ലേ. 25 തൊട്ടിട്ടെങ്കിലും എന്തായാലും നോക്കിയിരിക്കണേ. 25, 26, 27 നൊബേൽ പ്രൈസുകളെല്ലാം നോക്കേണ്ടതായിട്ട് വരും. അപ്പോൾ കറണ്ട് അഫയേഴ്സും നമുക്ക് ഒരുപാട് പഠിക്കാനായിട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് ആയിട്ട് എഴുതി അപ്ഡേറ്റ് ചെയ്ത് പഠിച്ചിട്ട് റിവിഷൻ ചെയ്തിട്ട് പോകാന്നുള്ളതും വലിയൊരു കാര്യമാണ്. അതിന് നമ്മൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങേണ്ടതും അത്യാവശ്യമാണ്. പിന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, ഈ ഒരു 3 ഭാഗങ്ങളും നമ്മളുടെ റാങ്കിനെ നിർണ്ണയിക്കുന്ന ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് നോക്കുക, ഡെയിലി നോക്കി പോവുക. ഇപ്പോഴാണെങ്കിൽ കോമ്പറ്റീഷനൊക്കെ ഒരുപാട് കൂടുതലാണ്. എല്ലാവരും നേരത്തെ തന്നെ പഠിച്ച് തുടങ്ങുന്നുണ്ട് കേട്ടോ. LDC ഇപ്പം എൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെയാണെങ്കിലും ഒരുപാട് പേര് അന്വേഷിക്കുന്നത് LDC 2027 ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പുതിയ SCRT ഏതൊക്കെ പഠിക്കണം, അതുപോലെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അതെല്ലാം എങ്ങനെ പഠിക്കണം എന്നാണ് ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഒരുപാട് പേര് ഈ ഒരു എക്സാമിനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളും ഒരു പടി മുന്നിൽ തന്നെ തയ്യാറെടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും LDC 2027 പഠിക്കുന്ന, അതായത് ആ ഒരു ജോലി വേണമെന്ന് ആഗ്രഹമുള്ള ഓരോരുത്തരും ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ആരും തന്നെ കാത്തിരിക്കരുത് കേട്ടോ. എല്ലാവരും ഇപ്പോൾ തന്നെ തുടങ്ങുക, നമുക്ക് ഒന്നിച്ച് പഠിക്കാം കേട്ടോ. നിങ്ങളോടൊപ്പം ഞാനും ഉണ്ട് LDC 2027 പഠിക്കാനായിട്ട്. ഉറപ്പായിട്ടും പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കോച്ചിങ് എടുത്ത് പഠിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഇപ്പോൾ SCRT എല്ലാം മാറിയതുകൊണ്ട് തന്നെ അതൊരു ബുക്കൊന്നും ആയിട്ട് കയ്യിലില്ലാത്തവർ ഉറപ്പായിട്ടും ഒരു കോച്ചിങ് ക്ലാസ് എടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് വാങ്ങി പഠിച്ചാലും കുഴപ്പമില്ല കേട്ടോ. സെൽഫ് സ്റ്റഡി ചെയ്യുന്നവർ എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു കോച്ചിങ് എല്ലാം എടുത്തിട്ട് പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാതെ എങ്ങനെ പഠിക്കണം എന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയും കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് LDC 2027 നിങ്ങളിപ്പോൾ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉള്ള എക്സാമുകളോടൊപ്പം, അതായത് 10th പ്രിലിംസ്, ഡിഗ്രി മെയിൻസ് ഒക്കെ വരുന്നുണ്ട്, സാരല്ല. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് 1 മണിക്കൂർ മാറ്റിവെക്കുക കേട്ടോ. നിങ്ങളുടെ LDC 2027 വേണ്ടിയിട്ട് ദിവസത്തിൽ 1 മണിക്കൂർ നിങ്ങൾ മാറ്റിവെക്കുക. നല്ല മാറ്റം ഉണ്ടാവും നിങ്ങൾക്ക്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ കേട്ടോ. അതായത് പഠിച്ചു തുടങ്ങണോ ഇല്ലേ വേണ്ടയോ എന്നുള്ള ഇതിനൊരു ക്ലാരിറ്റി തന്നേ ഉള്ളൂ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഇനിയും വീഡിയോസൊക്കെ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. താങ്ക്